ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ജൂലൈ 8 നമ്മൾ അടക്കം കൊടുത്ത ഒരുപാട് നീറ്റ് 2024 സ്കാമുമായി ബന്ധപ്പെട്ട പെറ്റീഷൻസ് ഇന്ന് സുപ്രീം കോർട്ട് പരിഗണിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, റീടെസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. നെക്സ്റ്റ് ഹിയറിംഗ് ജൂലൈ 11-നാണ്. അപ്പോൾ ഇന്ന് കോടതി പരിഗണിച്ച കാര്യങ്ങൾ, കോടതിക്ക് സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെന്നുള്ള കാര്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും ഇല്ലാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി NTA അംഗീകരിച്ച കാര്യമാണ്. ഇനി എന്താണ് ബാക്കി നോക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ 3-4 കാര്യങ്ങൾ വെച്ചിട്ടാണ് കോടതി ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സിസ്റ്റമിക് ലെവലിലുള്ള ബ്രീച്ച് ആണോ, അതായത് മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ലീക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാമിന്റെ എൻറ്റയറിറ്റിയെ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ റീടെസ്റ്റ് ഉണ്ടാവുള്ളൂ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ, ഈ ഫ്രോഡിന്റെ അല്ലെങ്കിൽ സ്കാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളവരെയും അതല്ലാതെ ഇതിനെയൊന്നും ബാധിക്കാതെ ഓണസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയും സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീടെസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് വളരെ മിനിസ്ക്യൂൾ ആയിട്ട് പല അല്ലെങ്കിൽ 1-2 ചെറിയ ലൊക്കേഷൻസിൽ മാത്രം വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് ഇത് ലീക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് എങ്കിലും റീടെസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ എൻറ്റയറിറ്റിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ഉണ്ടാവും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ള കാര്യം. അത് അന്വേഷിക്കാൻ അതിൻ്റെ റിപ്പോർട്ട് നൽകാനും CBIയോടും അതുപോലെ തന്നെ NTA ഏജൻസിയോടും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയും റിപ്പോർട്ടുകളൊക്കെ ഈ ജൂലൈ 10 മുന്നേ സമർപ്പിക്കണം എന്ന്, അല്ലെങ്കിൽ 10 5 മണിക്ക് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 11 സുപ്രീം കോടതി ഇതിൽ വീണ്ടും വാദം കേൾക്കും. മറ്റ് 1-2 കാര്യങ്ങൾ, എന്നാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ എവിടെയാണ് ഫസ്റ്റ് ലീക്ക് ഉണ്ടായത്? ആ ഫസ്റ്റ് ലീക്ക് ഉണ്ടായതിനു ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലീക്കായ പേപ്പറുകൾ ഒഴിവാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടന്ന ലീക്കിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി NTA എന്തൊക്കെ നടപടികൾ എടുത്തു? അതുപോലെ തന്നെ ഫസ്റ്റ് ലീക്ക് നടന്ന് മെയ് 5 എക്സാം നടക്കുന്ന സമയം നമുക്കറിയാം 2 മണിക്കാണ്, ഉച്ചയ്ക്ക് ശേഷം. സോ ആ സമയം എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എത്രത്തോളം ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒരുപാട് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കോടതി CBIക്ക് മുന്നാകെയും അതുപോലെ തന്നെ NTAക്ക് മുന്നേയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും റീടെസ്റ്റ് ഉണ്ടാവോ ഇല്ല എന്നുള്ളൊരു തീരുമാനം ജൂലൈ 11 വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, റീടെസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഈ വക കാര്യങ്ങളൊക്കെ എത്രത്തോളം ലീക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും റീടെസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതാണ്, പക്ഷേ അത് ഇന്നൊരു തീരുമാനമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. ഏതായാലും കൗൺസിലിംഗ് ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് പ്രോബബിളി ഈ പറയുന്ന ജൂലൈ 11 കഴിഞ്ഞതിന് ശേഷം, ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും കൗൺസിലിംഗ് MCC പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയാണ്, കൺഫേം ആയിട്ടില്ല. ഈ പറയുന്ന ലീക്കിന്റെ എൻറ്റയറിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൺഫർമേഷൻ ഉണ്ടാവുകയുള്ളൂ. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.